ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. കോമ്പസ് സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനം നമ്മൾ നോക്കിയത് എന്താണ്? ഡിക്ലിനേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കിയത്. ഓക്കെ, ഇനി ഒരുവിധം അതിലെ പ്രോബ്ലമാറ്റിക് ടോപ്പിക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയൊരു പ്രോബ്ലം വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് നമുക്കുള്ളത്. അത് നമുക്ക് ഡീൽ ചെയ്യാം. അതാണ് എന്ത്? ലോക്കൽ അട്രാക്ഷൻ. ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള നോക്കാനുള്ള വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. ശരി, നോക്കിയേ, ഞാൻ എന്താ ചെയ്യുന്നത്? കോമ്പസ് സർവേയിങ് ആണ് ചെയ്യുന്നത്. കോമ്പസ് സർവേയിങ് അല്ലേ? കോമ്പസ് സർവേയിങ് ആണ് ചെയ്യുന്നത്. എന്താ കോമ്പസ് സർവേയിങ് എന്ന് പറഞ്ഞാൽ, എനിക്കൊരു സർവേ ലൈൻ ഉണ്ട്. ഓക്കെ, ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിക് കോമ്പസ് വയ്ക്കുന്നു. മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ബിയറിങ് കണ്ടുപിടിക്കുന്നു. ഇതാണ് കോമ്പസ് സർവേയിങ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു? ലെങ്ത് ചെയിൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. ഇത്രയാണ് നമുക്ക് സിമ്പിളായിട്ട് കോമ്പസ് സർവേയിങ്ങിന് ചെയ്യാനുള്ളത്. നോക്കിയേ, എനിക്കിപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനാണ് സർവേ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ എയിൽ എൻ്റെ കോമ്പസിനെ കൊണ്ട് വയ്ക്കുന്നു. കോമ്പസ്. ഓക്കെ, കോമ്പസിൻ്റെ പ്രത്യേകത എന്താ? കോമ്പസ് എപ്പോഴും മാഗ്നറ്റിക് നോർത്തിലേക്ക് നോക്കിയിരിക്കും. ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്തിലേക്കായിരിക്കും എൻ്റെ കോമ്പസിൻ്റെ നോർത്ത് നോക്കിയിരിക്കുന്നത്. ശരി, അതെന്താ അങ്ങനെ നോക്കിയിരിക്കുന്നത്? നമ്മൾ ഭൂമിയുടെ മാഗ്നറ്റിസം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു കോമ്പസ് ഉണ്ട്. കോമ്പസിൻ്റെ നീഡിൽ എന്താണ്? മാഗ്നറ്റിക് നോർത്ത്. ഭൂമിയുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ കോമ്പസിൻ്റെ നോർത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ കോമ്പസ് മാഗ്നറ്റിക് നോർത്തിലേക്ക് പോയിരിക്കുന്നത്. ശരി, ഈ കോമ്പസ് എന്ന് പറയുന്നത്, കോമ്പസിന്റെ നീഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റാണ്. ഒരു മാഗ്നറ്റാണ്. അതുകൊണ്ടാണല്ലോ എർത്തിന്റെ മാഗ്നറ്റിക് നോർത്തിലേക്ക് നോക്കിയിരിക്കുന്നത്. ഇനി ഈ എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് അല്ലാതെ ഈ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മെറ്റീരിയൽ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്തു? ഈ കോമ്പസിന്റെ അടുത്ത് കൊണ്ട് വെച്ചു. ഓക്കെ, കോമ്പസിനെ അട്രാക്ട് ചെയ്യുന്ന ആരാണ്? എർത്തിന്റെ നോർത്താണ്. എർത്തിന്റെ മാഗ്നറ്റിക് നോർത്താണ്. ആ മാഗ്നറ്റിക് നോർത്ത് അല്ലാതെ ഇതിനെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഞാൻ അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചു. എന്ത് സംഭവിക്കും? എൻ്റെ മാഗ്നറ്റിക് നീഡിൽ, മാഗ്നറ്റിക് മെറിഡിയൻ ഈ ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്തിൽ നോക്കിയിരിക്കുന്നതിന് പകരം ഈ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ആവുന്നു. ദേ കണ്ട, മാഗ്നറ്റിക് നോർത്ത്. ഓക്കെ, മാഗ്നറ്റിക് നോർത്ത് എന്ത് സംഭവിച്ചു? മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്തു. നോക്കിയേ, മാഗ്നറ്റിക് നോർത്ത് തന്നെയാണ് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഭൂമിയുടെ മാഗ്നറ്റിസം അല്ലാതെ നമ്മുടെ കോമ്പസിൻ്റെ നീഡിലിനെ മറ്റേതെങ്കിലും ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അട്രാക്ഷനെ പറയുന്ന പേരാണെന്ത്? ലോക്കൽ അട്രാക്ഷൻ. ഓക്കെ, അതാണെന്ത്? ലോക്കൽ അട്രാക്ഷൻ. ഓക്കെ, എന്താ ഇപ്പോൾ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്? അട്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ അതർ ദാൻ എർത്ത് മാഗ്നറ്റിസം, മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലാതെ നമ്മുടെ ഈ കോമ്പസിന്റെ നീഡിലിനെ മറ്റേതെങ്കിലും ഒരു മെറ്റീരിയൽ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്താൽ ആ ഒരു അട്രാക്ഷനെ പറയുന്ന പേരാണെന്ത്? ലോക്കൽ അട്രാക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തുള്ളത്, അടുത്തുള്ള. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിന്റെ തൊട്ടടുത്തുള്ളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ, നമ്മുടെ മാഗ്നറ്റിക് നീഡിലിന്റെ തൊട്ടടുത്തുള്ളൊരു മാഗ്നറ്റിക് നീഡിൽ അതിനെ അട്രാക്ട് ചെയ്യണം. ഇവിടെയാണ് എൻ്റെ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നതെങ്കിൽ ഈ മാഗ്നറ്റിക് നോർത്ത് എന്ന് സംഭവിക്കും, ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ആയിട്ടിരിക്കും. ശരി, അതിനെ പറയുന്നവരാണ് ലോക്കൽ അട്രാക്ഷൻ. ഇവിടെ നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതാ, നോക്കിയേ, ഇങ്ങനെയായിരുന്നു എന്തിൻ്റെ? മാഗ്നറ്റിക് നോർത്ത്. അതെന്ത് സംഭവിച്ചു? ഇവിടേക്ക് മാറി. മാഗ്നറ്റിക് നോർത്ത് ഇവിടേക്ക് മാറി ഡ്യൂ ടു ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കാരണമാണ് ഇങ്ങോട്ട് പോയത്. നോക്കി, ഇവിടെ നിങ്ങൾക്ക് ഒരു ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇതിനെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യല്? ഡിക്ലിനേഷനുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം എന്താ? ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്
ട്രൂ നോർത്തിനും മാഗ്നറ്റിക് നോർത്തിനും ഇടയിലുള്ള ഹൊറിസോണ്ടൽ ആംഗിൾ ആയിരുന്നു ട്രൂ നോർത്ത്. ഇത് നോക്കിയേ, ഇവിടെ ഇരിക്കാനുള്ള മാഗ്നറ്റിക് നോർത്ത് ഒരല്പം മാറിയിരിക്കുന്നു. ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇവിടെ ആയിരുന്നു എൻ്റെ മാഗ്നറ്റിക് നോർത്ത് ഇരിക്കേണ്ടിയിരുന്നത്, അതൊരല്പം മാറിയിരിക്കുന്നു. അതുമാണ് എന്ത്, ലോക്കൽ അട്രാക്ഷൻ. ഇതിന് ഡിക്ലിനേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ ആണല്ലോ. ഇവിടെ രണ്ടിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് തന്നെയാണ്. മാഗ്നറ്റിക് നോർത്ത്, ഇവിടെ ഇരിക്കേണ്ട മാഗ്നറ്റിക് നോർത്ത് അങ്ങോട്ട് മാറിയിരിക്കുന്നു. അതിന് ഡിക്ലിനേഷനുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ശരി, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അതാ നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത അതേ കാര്യം. എനിക്കൊരു എ ബി എന്ന് പറയുന്ന ലൈനുണ്ട്. എ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്, ബി എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേഷനാണ്. ഓക്കെ, എനിക്ക് എ ബി പറയുന്ന ലൈനുണ്ട്. എ ബി ലൈനിൻ്റെ ബിയറിംഗ് ഞാൻ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, ഞാൻ അവിടെ മാഗ്നറ്റിക് കോമ്പസ് വയ്ക്കുന്നു, മാഗ്നറ്റിക് നോർത്തിലേക്ക് ഇരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നു. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എ ബി ആണ് എൻ്റെ ലൈൻ, അതുകൊണ്ട് ഞാനിതിനെ 4 ബിയറിംഗ് എന്ന് പറയുന്നു. ശരി, എനിക്ക് എന്ത് ചെയ്യണം, ബിയിൽ കണ്ടുപിടിക്കണം. ബിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് കോമ്പസ് വയ്ക്കുന്നു. മാഗ്നറ്റിക് നോർത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് മാഗ്നറ്റിക് നോർത്താണ്. മാഗ്നറ്റിക് നോർത്തിൽ നിന്ന് ഞാൻ ക്ലോക്ക് വൈസിൽ എടുക്കുന്നു. അതിനെ പറയുന്ന പേര് എന്താണ്, രണ്ടാമത്തെ സ്റ്റേഷൻ ആയതുകൊണ്ട് അതിനെ പറയുന്ന പേര് ബാക്ക് ബിയറിംഗ് അല്ലേ, ബാക്ക് ബിയറിംഗ്. ഓക്കെ, ഈ രണ്ട് ലൈനുകളുടെ പ്രത്യേകത എന്താ, ഇതും മാഗ്നറ്റിക് നോർത്താണ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയനാണ്. ഇതും എന്താണ്, മാഗ്നറ്റിക് മെറിഡിയനാണ്. ഇതും എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയനാണ്. ഓക്കെ, ഈ രണ്ട് മാഗ്നറ്റിക് മെറിഡിയനുകളും പാരലാണ്. ഈ രണ്ട് മാഗ്നറ്റിക് മെറിഡിയനും പാരലാണ്. ഓക്കെ, പാരൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നില്ലേ, ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180. ഞാൻ പറഞ്ഞു, ഇക്വേഷൻ ഒന്നും കാണാതിരിക്കണം, നമുക്ക് പാരലൽ ലൈനുകളുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് കണ്ടുപിടിക്കാന്നല്ലേ. സോ ഈ പാരലൽ ലൈനിൻ്റെ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് എനിക്ക് എന്ത് കിട്ടിയത്, ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 കിട്ടിയത്. ശരി, നോക്കിയേ, അതേ ലൈൻ, എൻ്റെ അതേ ലൈൻ എ ബി എന്ന് പറയുന്ന അതേ ലൈൻ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവയ്ക്കുന്നു, അത് മാഗ്നറ്റിക് നോർത്തിലേക്ക് നോക്കുന്നു. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, 4 ബിയറിംഗ് കണ്ടുപിടിക്കുന്നു. ശരി, ഇനി ഞാൻ എന്താ ചെയ്യാനുള്ള, ബിയിൽ ഇവിടെ കൊണ്ട് മാഗ്നറ്റ് വെക്കണം. അതെന്ത് ചെയ്യണം, മാഗ്നറ്റിക് നോർത്തിലേക്ക് നോക്കിയിരിക്കണം. ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു, ബി എന്ന് പറയുന്ന സ്റ്റേഷനിൽ ആ സ്റ്റേഷൻ്റെ അടുത്ത് എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഇരിപ്പുണ്ടായിരുന്നു. സോ എന്താ, വെർട്ടിക്കലായിട്ട് നിൽക്കേണ്ടിയിരുന്ന ഈ മെറിഡിയനെ ഇപ്പം എന്ത് സംഭവിക്കും, ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ അട്രാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, അത് ആ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അടുത്തേക്ക് ഒരല്പം അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. ശരി, ഇവിടെ ഞാൻ എടുക്കുന്ന ബിയറിംഗ് എങ്ങനെയായിരിക്കും, ഇതാണ് ഇപ്പോൾ എന്താ മാഗ്നറ്റിക് നോർത്തിൽ നിന്ന് ഞാൻ എടുക്കുന്നത് എന്ത്, ക്ലോക്ക് വൈസിൽ എടുക്കുന്നു. ഇതാണ് എന്ത്, ഇവിടുത്തെ ബാക്ക് ബിയറിംഗ്. ഒന്ന് നോക്കിയേ, ഇവിടെ നമുക്ക് പാരലൽ ലൈൻസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ മെറിഡിയൻ, ഇവിടെ എയിലെ മാഗ്നറ്റിക് മെറിഡിയനും ബിയിലെ മാഗ്നറ്റിക് മെറിഡിയനും പാരലൽ അല്ലെങ്കിൽ എനിക്ക് എന്താ, ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്, മാഗ്നറ്റിക് മെറിഡിയൻസ് ആർ നോട്ട് പാരലൽ. മാഗ്നറ്റിക് മെറിഡിയനുകൾ പാരലൽ അല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. ശരി, ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം നമുക്ക്. മൂന്നാമതൊരു കണ്ടീഷൻ നോക്കിയേ, എനിക്ക് എന്തുണ്ട്, എൻ്റെ സെയിം ലൈനുണ്ട് എ ബി എന്ന് പറഞ്ഞിട്ട് ലൈനുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ മാഗ്നറ്റ് വയ്ക്കണം, ഇവിടെ മാഗ്നറ്റ് വയ്ക്കണം അല്ലേ. ഇത് എയിൽ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഇത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആളെന്ത് സംഭവിക്കുന്നു, എൻ്റെ മാഗ്നറ്റിക് നോർത്തിനെ ആ ആളിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ ആണല്ലോ. ശരി, അപ്പോൾ ഞാൻ എടുക്കുന്ന 4 ബിയറിംഗ് എങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും അല്ലേ. എൻ്റെ 4 ബിയറിംഗ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും എന്തിൻ്റെ 4 ബിയറിംഗ്. ഓക്കെ, അതുപോലെ ബിയിലും ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്. എവിടെ ഇരിപ്പുണ്ട്, ആ മാഗ്നറ്റിക് മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും, എൻ്റെ ഈ ബിയിലെ മാഗ്നറ്റിക് മെറിഡിയനെയും അത് അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും അല്ലേ, സോ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഞാൻ എടുക്കുന്ന ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇതായിരിക്കും. നോക്കിയേ, ഈ രണ്ട് മാഗ്നറ്റിക് മെറിഡിയനുകളും പാരലല്ല. ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നു, ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നു. സോ അത് എന്തല്ല, പാരലല്ല. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു 4 ബിയറിംഗ്
പ്ലസ് ഓർ മൈനസ് 180 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? മാഗ്നെറ്റിക് മെറിഡിയൻസ് ആർ നോട്ട് പാരലൽ. അപ്പോൾ പാരലൽ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെയും ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാ നോക്കിയേ, ഇത് നമ്മൾ മനസ്സിലാക്കി. ഇതിന് നേരെ തിരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. നോക്കിയേ എന്താ സംഭവം. ബാക്ക് ബിയറിങ്ങിൻ്റെയും ഫോർ ബിയറിങ്ങിൻ്റെയും ഡിഫറൻസ് ഇവിടെ എനിക്ക് എത്ര? 180 അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ക് ബിയറിംഗ് ആൻഡ് ഫോർ ബിയറിംഗ് എനിക്കിവിടെ എത്ര കിട്ടുന്നു? 180 കിട്ടുന്നു അല്ലേ? 180. ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ക് ബിയറിംഗ് ആൻഡ് ഫോർ ബിയറിംഗ് 180 കിട്ടി. ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ക് ബിയറിംഗ് ആൻഡ് ഫോർ ബിയറിംഗ് 180 കിട്ടിയാൽ ഈ വാക്കാണ് ഇമ്പോർട്ടൻറ്റ്. ബോത്ത് സ്റ്റേഷൻസ് ആർ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ. ഓക്കെ, രണ്ട് സ്റ്റേഷനിലും ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവില്ല എങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ കിട്ടുള്ളൂ. നമ്മളത് നല്ല വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ശരി, ഇവിടെ എനിക്ക് എന്ത് കിട്ടുന്നില്ല? ഇവിടെ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് ഈസ് നോട്ട് ഈക്വൽ ടു 180. ഓക്കെ, അതുപോലെ ഇവിടെയും ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് നോട്ട് ഈക്വൽ ടു 180 ഡിഗ്രി ആണല്ലോ. നോക്കിയേ, ഇവിടെയും ഡിഫറൻസ് എടുത്തപ്പോൾ 180 കിട്ടിയില്ല. ഇവിടെ ഒരു സ്റ്റേഷനിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു, ഒരു സ്റ്റേഷനിൽ. നോക്കിയേ, ഇവിടെയും നമുക്ക് ഡിഫറൻസ് എടുത്തപ്പോൾ 180 കിട്ടിയില്ല. അവിടെ രണ്ട് സ്റ്റേഷനിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. നമുക്കിത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം? ഇഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ക് ബിയറിംഗ് ആൻഡ് ഫോർ ബിയറിംഗ് ഈസ് നോട്ട് ഈക്വൽ ടു 180 then ഈ വാക്കാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. വൺ ഓർ ബോത്ത് സ്റ്റേഷൻസ്, ഒന്നുകിൽ ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ രണ്ട് സ്റ്റേഷനും ഹാവ് ലോക്കൽ അട്രാക്ഷൻ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് 180 കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റേഷനിലായിരിക്കാം ലോക്കൽ അട്രാക്ഷൻ ഉള്ളത്, ചിലപ്പോൾ രണ്ട് സ്റ്റേഷനിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാകുക. അത് നമുക്ക് പ്രോബ്ലം ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള, ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗിന്റെ ഡിഫറൻസ് എന്താ? അതിന്റെ ഡിഫറൻസ് എന്ന് പറയാം, ഒന്നുകിൽ ഫോർ ബിയറിംഗിൽ നിന്ന് ബാക്ക് ബിയറിംഗ് കുറയ്ക്കുക, അല്ലെങ്കിൽ ബാക്ക് ബിയറിംഗിൽ നിന്ന് ഫോർ ബിയറിംഗ് കുറയ്ക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 180 ആണ് കിട്ടുന്നതെങ്കിൽ രണ്ട് സ്റ്റേഷനിലും എയിലും ബിയിലും എന്തില്ല? ലോക്കൽ അട്രാക്ഷൻ ഇല്ല. ഇവിടെ ആണെങ്കിലോ ഇവിടെ നമുക്ക് ഡിഫറൻസ് എടുത്താൽ 180 കിട്ടില്ല. എന്തുകൊണ്ട്? പാരലൽ ലൈൻ അല്ലാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റേഷനിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാകാം, ചിലപ്പോൾ എന്ത് സംഭവിക്കുക? രണ്ട് സ്റ്റേഷനിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാകാം. ഓക്കെ, ഇനി ഇതാ നോക്കി, ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എന്ത് ചെയ്യുന്നത്? ലോക്കൽ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? ലോക്കൽ അട്രാക്ഷൻ ക്രിയേറ്റഡ് ബൈ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെഴുതാം? ഏത് മാഗ്നറ്റിക് മെറ്റീരിയൽ വേണമെങ്കിലും എഴുതാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽ ഏതെഴുതാം? നമ്മുടെ സ്റ്റീൽ ചെയിൻ എഴുതാം. നമ്മുടെ വാച്ച് വേണമെങ്കിൽ എഴുതാം. അതുപോലെ ഇലക്ട്രിക് ലൈൻസ് ഓർ വയേഴ്സ് അതെഴുതാം. ഏത് വേണമെങ്കിലും എഴുതാം. ഏത് മെറ്റീരിയൽ വന്നാലും എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഏത് മെറ്റീരിയൽ വന്നാലും എന്ത് സംഭവിക്കുന്നു? ഇവിടെ ലോക്കൽ അട്രാക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം നോക്കാം. നമുക്ക് ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് ഓഫ് ദി ലൈൻസ് ഓഫ് എ ട്രാവേഴ്സ് ആർ ആസ് ഫോളോസ്. ലൈൻ പറയുന്നുണ്ട്, ഏതൊക്കെയാണ്? AB, BC, CD, DE. അവയുടെ ഫോർ ബിയറിംഗ് പറയുന്നത് എത്ര? ഇത് തന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബിയറിംഗ് തന്നിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? AB ലൈനിൻ്റെ ഫോർ ബിയറിംഗ് ആണ് 125, ABയുടെ ബാക്ക് ബിയറിംഗ് ആണ് ഇത്. അതുപോലെ BCയുടെ ഫോർ ബിയറിംഗ് ആണ് 172, ബാക്ക് ബിയറിംഗ് ആണ് 351. എന്താ ക്വസ്റ്റ്യൻ? വിച്ച് സ്റ്റേഷൻസ് ആർ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ? ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? PSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് സ്റ്റേഷൻസ് ആർ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ? അവരെന്നിട്ട് എന്ത് തരും? 4 ഓപ്ഷൻ തരും. A, B,
സി ഡി അവരെന്ത് ചെയ്യും? ചിലപ്പോൾ ഒറ്റയ്ക്ക് തരും, ചിലപ്പോൾ കോമ്പിനേഷൻ ആയിട്ട് വരും. ഉദാഹരണത്തിന് ചിലപ്പോൾ അവർ പറയുന്നു എ സി ഡി ഇ ഈ സ്റ്റേഷനാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് സ്റ്റേഷനാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ അവരെന്ത് പറയുന്നു? ബോത്ത് എ ആൻഡ് ബി, സി ആൻഡ് ഡി, എ ആൻഡ് ഡി, അല്ലെങ്കിൽ ഇ ആൻഡ് എ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ തരുന്നു. നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതാണ് എന്ത് PSC യുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ പറയുന്നത്? അഡ്ജസ്റ്റ് ദി ബിയറിംഗ് ഫോർ ലോക്കൽ അട്രാക്ഷൻ. ലോക്കൽ അട്രാക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ബിയറിംഗ് എങ്ങനെ വരുമായിരുന്നു? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? ശരി, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്തെഴുതാം. പരീക്ഷയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ചെയ്താൽ മതി, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് എടുത്തെഴുതാം. ലൈൻ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? എ ബി, ബി സി, സി ഡി, ഡി ഇ. നോക്കിയ 4 ബിയറിംഗ് തന്നിട്ടുണ്ടല്ലേ? 4 ബിയറിംഗ് എത്രയൊക്കെ? 125, 172, 264, 316. ഇനി എന്ത് ചെയ്യാം? ബാക്ക് ബിയറിംഗ് തന്നിട്ടുണ്ടല്ലേ? ബാക്ക് ബിയറിംഗ് ഇവിടെ എഴുതാം. ബാക്ക് ബിയറിംഗ് എത്ര തന്നിരിക്കുന്നത്? 304, 351, 83, 136. ഓക്കെ, ഇതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ? ശരി, അതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി, എന്താ നോക്കിയേ, നമുക്കറിയാവുന്ന കാര്യം എന്താ? if difference between forebearing and back bearing is equal to 180 degree, then both stations, രണ്ട് സ്റ്റേഷനുകളും both stations are free from ലോക്കൽ അട്രാക്ഷൻ. നമുക്കറിയാവുന്ന കാര്യം ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നമുക്കറിയാവുന്ന ഫോർ ബിയറിങ്ങിൻ്റെ ബാക്ക് ബിയറിങ്ങിൻ്റെ ഡിഫറൻസ് 180 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ? ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ ആണ് രണ്ട് സ്റ്റേഷന്. ശരി, അതെവിടെയാണെന്ന് നോക്കാം. നോക്കിയേ, എ ബിയുടെ 4 ബിയറിംഗ് ഇതാണ്, ബാക്ക് ബിയറിംഗ് ഇതാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. നോക്കിയേ, രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ എനിക്ക് കിട്ടാൻ എന്താ? 180 ആണ്. 180. ലാസ്റ്റ് സംഖ്യ എന്താ? 0 ആണ്. 0. ലാസ്റ്റ് സംഖ്യ 0 വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ കുറയ്ക്കുന്നത് ഒരേ സംഖ്യകളായിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ 125 നിന്നും ഏതോ 5 അവസാനിക്കുന്ന സംഖ്യ കുറച്ചാൽ മാത്രമേ എനിക്കിവിടെ 0 കിട്ടത്തുള്ളൂ. 126 ആണെങ്കിൽ ഏതോ ഒരു സംഖ്യ 6 അവസാനിച്ചാൽ മാത്രമേ എനിക്ക് 0 കിട്ടത്തുള്ളൂ. നോക്കി, ഇത് നമ്മുടെ ടൈം സേവ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം, ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ 180 കിട്ടുമോ? എന്ത് ചെയ്താൽ മതി? അവസാനത്തെ സംഖ്യകൾ നോക്കുക. 5. ഇവിടെ 5 ആണെങ്കിൽ താഴെ 5 ഉള്ളൊരു സംഖ്യ വന്നാൽ മാത്രമേ 180യുടെ ഏറ്റവും അവസാനത്തെ സംഖ്യ 0 കിട്ടത്തുള്ളൂ. നോക്കിയാൽ 125, 304, 0 കിട്ടില്ല. കണക്ക് വെറുതെ കൂട്ടാനും കുറയ്ക്കാനും നിൽക്കണ്ട. 2, 1 ഒരിക്കലും 0 കിട്ടില്ല. അവസാനത്തെ സംഖ്യ 2, അവസാന സംഖ്യ 1, കുറയ്ക്കാൻ 0 കിട്ടില്ല. അതും ചെയ്ത് നോക്കണ്ട. 4, 3 ഒരിക്കലും കുറയ്ക്കുമ്പോൾ 0 കിട്ടില്ല, ചെയ്ത് നോക്കണ്ട. നോക്കിയേ, 316, 316, 316, 136. ഇതാണ് 0 കിട്ടാൻ സാധ്യതയുള്ളത്. അത് ചെയ്ത് നോക്കണം. ഓക്കെ, അത് ചെയ്ത് നോക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. എത്ര? 316 മൈനസ് 136 എത്ര കിട്ടി? 0, 8, 2, 1, 180. എന്താ നോക്കി? അത് നമ്മൾ കുറച്ച് നോക്കണം, കൺഫേം ചെയ്യണം. നോക്കിയേ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 180 ഡിഫറൻസ് കിട്ടി. 180 ഡിഫറൻസ് കിട്ടിയാൽ ഇനി ഞാൻ എന്ത് കഴിക്കണം? നമുക്ക് അറിയാവുന്ന കാര്യം വായിച്ചു നോക്കുക. ഇഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് ഈസ് 180 ഡിഗ്രി, ദെൻ ബോത്ത് സ്റ്റേഷൻസ് ആർ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ. ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞു. ബോത്ത് സ്റ്റേഷൻസ് രണ്ട് സ്റ്റേഷനും എന്താ? ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ. ഡി ആൻഡ് ഇ ആർ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ. ഓക്കെ, ഡിയും ഇയും ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ ആണ്. ബോത്ത് സ്റ്റേഷൻസ് ആർ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ കഴിഞ്ഞു. ഇനി ഇതാ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഒന്ന് പോവാം. ശരി, അതിന് ആദ്യം ചെയ്യാനുള്ളത് എന്താണ്? എന്താ അവർ പറഞ്ഞത്? ഇതിൻ്റെ കറക്റ്റ് ബിയറിങ്ങുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു?
ഏതൊക്കെ സ്റ്റേഷനാണ് ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ എന്ന് മനസ്സിലാക്കി. സ്റ്റേഷൻ ഡി ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ ആണ്, സ്റ്റേഷൻ ഇ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഡിയിൽ നിന്ന് ഞാൻ ഏതളവെടുത്താലും അത് ശരിയായിരിക്കും, കാരണം എന്താ? ലോക്കൽ അട്രാക്ഷൻ ഇല്ല. അതുപോലെ ഇയിൽ നിന്ന് ഏതൊരു ബിയറിംഗ് ഞാൻ എടുത്താലും അത് ശരിയായിരിക്കും, കാരണം എന്താ? ലോക്കൽ അട്രാക്ഷൻ ഇല്ല. ശരി. ഇനി ഇതാ നോക്കിയേ, ഈ ബിയറിങ്ങുകൾ എവിടെ നിന്നൊക്കെ എടുത്തിരിക്കുന്നത്? എ ബിയുടെ 4 ബിയറിംഗ്, എ ബി എന്ന് പറയുന്ന ലൈൻ, എ ബി എന്ന് പറയുന്ന ലൈനിന്റെ 4 ബിയറിംഗ് ഞാൻ ഏത് സ്റ്റേഷനിലാണ് എടുക്കുന്നത്? എയിലാണ് എടുക്കുന്നത്. സോ 4 ബിയറിംഗ് ഞാൻ എടുത്തിരിക്കുന്നത് എവിടെ? എയിലാണ്. ബാക്ക് ബിയറിംഗ് ഞാൻ എടുക്കണമെങ്കിൽ എവിടെ പോകണം? ബിയിൽ പോകണം. സോ 304 ബാക്ക് ബിയറിംഗ് ഞാൻ ബിയിലാണ് എടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? എ ബിയുടെ 4 ബിയറിംഗ് എയിലും ബാക്ക് ബിയറിംഗ് ബിയിലും. ബി സിയുടെ 4 ബിയറിംഗ് എവിടെ? ബിയിലാണ്. ബാക്ക് ബിയറിംഗ് എവിടെ? സിയിലാണ്. സി ഡിയുടെ 4 ബിയറിംഗ് എവിടെ? സിയിലാണ്. ബാക്ക് ബിയറിംഗ് എവിടെ? ഡിയിലാണ്. ഓക്കെ. അതുപോലെ ഡിഇയുടെ 4 ബിയറിംഗ് എവിടെ? ഡിയിലാണ്. ബാക്ക് ബിയറിംഗ് എവിടെ? ഇയിലാണ്. നമുക്ക് എന്തറിയാം? ഡിയിലും ഇയിലും എടുക്കുന്ന എല്ലാ അളവുകളും ശരിയാണ്. കാരണം എന്താ? അവയുടെ ഡിഫറൻസ് എടുത്തപ്പോൾ 180 കിട്ടി. സോ ബോത്ത് സ്റ്റേഷൻസ് ആർ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്തു. സോ ഡിയിൽ എടുക്കുന്നതെല്ലാം ശരിയാണ്. സോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ 136 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്. ഈ 316 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്. എന്തുകൊണ്ട്? ഡിയിലെടുത്തു. ഇനി ഡിയിലോ ഇയിലോ എടുത്ത വേറെ ഏതെങ്കിലും അളവുണ്ടോ? ഡിയിലോ ഇയിലോ എടുത്ത വേറെ, ഇതാ നോക്കിയേ, ഡിയിലെടുത്ത ഒരു അളവുണ്ടല്ലേ, ഡിയിലെടുത്ത ബിയറിംഗ് ഉണ്ട്. സോ ഡിയിലെടുത്താൽ അതെന്താണ്? കറക്റ്റ് ആണ്. ഇവിടെ നിന്ന് ഇനി നമ്മൾ വേഗത്തിലാണ് ചെയ്തു പോകണം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഡിയിലും ഇയിലും എടുക്കുന്നതെല്ലാം കറക്റ്റാണ്. ഡിയിലും ഇയിലും എടുക്കുന്നതെല്ലാം കറക്റ്റാണ്. കറക്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഡിയിൽ 83 ആണെങ്കിൽ, ഡിയിൽ 83 ബാക്ക് ബിയറിങ്ങോ 4 ബിയറിങ്ങോ എന്തോ ആയിക്കോട്ടെ, 83 ആണെങ്കിൽ അതിൻ്റെ 4 ബിയറിംഗ്, ഇതിപ്പോൾ ബാക്ക് ബിയറിംഗ് ആണെങ്കിൽ അതിൻ്റെ 4 ബിയറിംഗ് എത്ര കിട്ടണം എനിക്ക്? ഡിഫറൻസ് 180 ആയിരിക്കണം അല്ലേ? ഡിഫറൻസ് 180 ആയിരിക്കണം. സോ 83 ആണെങ്കിൽ എനിക്ക് ഡിഫറൻസ് 180 എടുക്കണം. ഡിഫറൻസ് 180. സോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 180 കൂട്ടുന്നു അല്ലേ? 83 എന്ന് പറയുന്നത് 150, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 150നേക്കാൾ കുറഞ്ഞൊരു സംഖ്യയാണ്. സോ എന്ത് ചെയ്താൽ ഞാൻ 180 കൂട്ടി കൊടുത്താൽ മതി. 180യേക്കാൾ കൂടുതലാണ്, കൂടിയൊരു സംഖ്യയാണ് ഇവിടെ വരുന്നെങ്കിൽ എന്താ ചെയ്താൽ അതിൽ നിന്ന് 180 കുറച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ശരി. ഡിയിലെ കറക്റ്റ് വാല്യൂ എത്ര? 83 ആണല്ലേ. 83ൻ്റെ കൂടെ 180 കൂട്ടിയാൽ എത്ര? എനിക്കിവിടെ കറക്റ്റ് കിട്ടാനുള്ളത് എത്രയാണ്? 263 അല്ലേ. 83 പ്ലസ് 180 ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടണം? 263 കിട്ടണം അല്ലേ. 263 കിട്ടണം. എന്ത് ചെയ്തു? ഞാനിവിടെ 180 ആഡ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ കൂട്ടത്തിൽ 180 ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഇത് കിട്ടി. ഇതാണ് എന്ത്? കറക്റ്റ് വാല്യൂ. വീണ്ടും നമ്മൾ കറക്ഷനിലേക്ക് വന്നു അല്ലേ. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന എത്ര? 264 എന്നല്ലേ. കറക്റ്റഡ് എത്ര? 263 അല്ലേ. സോ ഞാൻ അവിടെ എന്ത് ചെയ്യണം? എഴുതി വെച്ചിരിക്കുന്ന വാല്യൂവിൽ, എൻ്റെ ഫീൽഡ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂവിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യണം? കറക്ഷൻ അപ്ലൈ ചെയ്യണം. സോ സിയിൽ 264നെ 263 ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം? -1 എന്ന് പറയുന്ന ഒരു കറക്ഷൻ സിയിൽ കൊടുക്കണം. -1 എന്ന് പറയുന്ന ഒരു കറക്ഷൻ എന്ത് ചെയ്യണം? സിയിൽ കൊടുക്കണം. നോക്കിയേ, ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുന്നു. ദ കറക്ഷൻ for a station remain constant for every readings taken at that station. ഒന്നുമില്ല, ഞാൻ സിയിൽ ഒരു കറക്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് -1 അല്ലേ. അങ്ങനെയാണെങ്കിൽ സിയിൽ നിന്ന് ഞാൻ ഏത് വാല്യൂ എടുത്താലും ആ സെയിം കറക്ഷൻ കൊടുക്കുക. സിയിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന വേറെ ഏതെങ്കിലും വാല്യൂ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതെ, ഇവിടെ ഉണ്ട് അല്ലേ. സോ സിയിൽ നിന്ന് എടുത്തിരിക്കുന്ന വാല്യൂവിന് ഞാൻ എന്ത് ചെയ്യുക? ആ സെയിം കറക്ഷൻ കൊടുക്കുക. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കറക്ഷൻ എവിടെയെങ്കിലും കൊടുത്താൽ എല്ലായിടത്തും സെയിം കൊടുക്കുക. നോക്കിയാൽ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂ എത്ര? 350 അല്ലേ. 350 എന്നാണ് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. കറക്ഷൻ എത്ര? -1 അല്ലേ. സോ കൊടുക്കുമ്പോൾ എത്ര കിട്ടുന്നു? 350 കിട്ടുന്നു. ഇത് കറക്റ്റ് വാല്യൂ ആണ്. 350 കറക്റ്റ് കിട്ടിയാൽ അതിൻ്റെ 4 ബിയറിംഗ് അല്ലെങ്കിൽ ബാക്ക് ബിയറിംഗിൻ്റെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ 180 കൂട്ടുക അല്ലെങ്കിൽ 180 കുറയ്ക്കുക. നോക്കിയേ, 350 180യേക്കാൾ കൂടിയൊരു വാല്യൂ ആണ്. സോ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ 180 കുറയ്ക്കണം. 380ൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? 180 കുറയ്ക്കണം. എത്ര കിട്ടും ഇവിടെ നമുക്ക്?
170 കിട്ടണം. നമുക്ക് കറക്റ്റ് ഉത്തരം ഇവിടെ എത്രയായിരുന്നു കിട്ടാനുള്ളത്? 170 ആയിരുന്നു കിട്ടാനുള്ളത്. 170 ആയിരുന്നു കിട്ടാനുള്ളത്. എൻ്റെ ബുക്കിൽ എത്ര എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ 172. കിട്ടാനുള്ള എത്ര? 170. ബുക്കിൽ ഫീൽഡ് ബുക്കിൽ എഴുതിയിരിക്കുന്ന വാല്യൂവിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യണം? കറക്ഷൻ അപ്ലൈ ചെയ്യണം. എന്നാലേ എനിക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. സോ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള കറക്ഷൻ എത്ര? -2. നോക്കിയേ, ബിയിൽ -2 ആണെങ്കിൽ ബിയിൽ നിന്ന് ഞാൻ ഏതെല്ലാം റീഡിങ് എടുത്തിട്ടുണ്ടോ അതിനെല്ലാം കറക്ഷൻ -2. ബിയിൽ നിന്ന് വേറെ ഏത് റീഡിങ് എടുത്തിട്ടുണ്ട്? ഇവിടെ റീഡിങ് എടുത്തിട്ടുണ്ട്, അവിടെയും കറക്ഷൻ -2. നോക്കിയാൽ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന എത്ര? 304. ആ 304നെ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് എടുക്കാം? -2 കൊടുത്താൽ അതെന്തായി? 302 ആയി. കറക്റ്റ് 302 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഫോർ ബിയറിംഗ് അല്ലെങ്കിൽ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ 180നേക്കാൾ കൂടിയൊരു സംഖ്യ. സോ 180 കുറച്ച് കൊടുക്കുക. 302 നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? 180നെ കുറയ്ക്കുന്നു അല്ലേ? 302 - 180 എത്ര? 122. കറക്റ്റ് ആൻസർ എത്ര? 122. ഇപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ബിയറിങ്ങുകളാണ്, ഈ യെല്ലോ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ബിയറിങ്ങുകളാണ് എന്ത്? കറക്റ്റഡ് ബിയറിങ്സ്. നോക്കിയേ, വളരെ എളുപ്പമല്ലേ? വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഓക്കെ, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ഒരു പ്രോബ്ലം മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. ഇതിൻ്റെ കൺസെപ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തെടുത്താൽ നമുക്ക് ലോക്കൽ അട്രാക്ഷൻ്റെ പ്രോബ്ലം വളരെ 1 മിനിറ്റിനകത്ത് തന്നെ ഇത്രയും ചെയ്യാൻ പറ്റും. നോക്കി, അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹോസ്റ്റലിൽ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദി കറക്റ്റ് ബിയറിംഗ് ഓഫ് AB അല്ലെങ്കിൽ കറക്റ്റ് ബിയറിംഗ് ഓഫ് ഓർ ബിയറിംഗ് ഓഫ് AB എത്രയെന്ന് വേണമെങ്കിൽ ചോദിച്ചിട്ട് 4 ഓപ്ഷൻ തരാം അവർക്ക്. ഓക്കെ, കാരണം എന്താ? നമുക്ക് 1 മിനിറ്റിനകം ചെയ്ത് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ചോദിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇതോടുകൂടി എന്ത് സംഭവിക്കും? നമ്മുടെ കോംബോ സർവേയിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് എല്ലാം കഴിയുകയാണ്. ഓക്കെ, ഇനി ചെറിയ 1-2 തിയറി ടോപ്പിക്കും കൂടെയാണ് നമുക്കുള്ള. അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ARC, the Gate Coaching Hub of Kerala.